പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് രാജ്യം അതിഗുരുതര പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. അല്പം വൈകിയെങ്കിലും പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ മുണ്ടുമുറുക്കിയൊടുക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരിക്കുന്നു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുക, വിദേശയാത്രകൾ മാറ്റിവെക്കുക, വർക്ക് ഫ്രം ഹോമിലേക്ക് മാറുക, ഇവ ഈ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. പശ്ചിമേഷ്യയിലെ ദീർഘകാല സംഘർഷത്തെ തുടർന്ന് ആഗോള വിതരണ ശൃംഖലകൾ സമ്മർദ്ദത്തിലായതിനാൽ വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാനും ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും ഇന്ത്യ ശ്രദ്ധിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഓഹരി വിപണിയിൽ കനത്ത തകർച്ച നേരിട്ടതും രൂപയുടെ മൂല്യമിടിഞ്ഞതും ഉൾപ്പെടെ കനത്ത പ്രത്യാഘാതങ്ങളാണ് ഇതേ തുടർന്നുണ്ടായത്. രാജ്യം ഇന്ധന പ്രതിസന്ധിയിലാണെന്നും ഇന്ധനവില ഉടൻ വർദ്ധിച്ചേക്കുമെന്ന സൂചനകളും ആ പ്രസംഗത്തിൽ നിന്നും വായിച്ചെടുക്കാം. അതിഗുരുതര പ്രതിസന്ധി നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു തുടങ്ങിയിട്ട് നാളുകളേറെയായി. നിയമസഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് നടന്ന മഹാറാലികൾ ഉൾപ്പെടെ ആഘോഷങ്ങൾ നടന്നപ്പോഴൊന്നും പ്രധാനമന്ത്രിയിൽ നിന്നും ഇന്ധന കരുതൽ നിർദ്ദേശങ്ങൾ ഒന്നും വന്നിട്ടില്ല. ഈ കരുതൽ എന്തേ ഇത്ര വൈകിയത് എന്നാണ് നിലവിൽ ഉയരുന്ന ചോദ്യം. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ സ്പോട്ട്ലൈറ്റിലും പരിശോധിക്കുന്നു. മാന്ദ്യഭീതിയിൽ രാജ്യം, ദുഷ്കരമാകുമോ അതിജീവനം? ജനങ്ങളോട് ചെലവ് ചുരുക്കാൻ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശങ്ങൾ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. രാജ്യത്തെ വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാനായി വിദേശയാത്രകളും വിദേശത്ത് നടത്തുന്ന വിവാഹങ്ങളും ഒഴിവാക്കണമെന്നും അത്യാവശ്യമില്ലാതെയുള്ള സ്വർണം വാങ്ങൽ നിർത്തണമെന്നുമായിരുന്നു അഭ്യർത്ഥന. ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ മെട്രോ ട്രെയിനുകളും മറ്റ് പൊതുഗതാഗത സംവിധാനങ്ങളും ഉപയോഗിക്കണം. കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കണം. ചരക്കു നീക്കത്തിൽ റെയിൽവേക്ക് മുൻഗണന നൽകണം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കണം. വർക്ക് ഫ്രം ഹോം, വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തെ തുടർന്ന് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 6 ലക്ഷം കോടി രൂപയുടെ വിറ്റൊഴിക്കലാണ് ഒറ്റ ദിവസം ഓഹരി വിപണിയിൽ നടത്തിയത്. വർക്ക് ഫ്രം ഹോമിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന മോദിയുടെ അഭ്യർത്ഥനയെ ഏറെ ആശങ്കയോടെയാണ് ഓഹരി വിപണി വരവേറ്റത്. എന്തോ വലിയ ദുരന്തം വരുന്നു എന്ന ഭീതിയോടെ ജനങ്ങൾ പ്രമുഖ കമ്പനികളുടെ ഓഹരികൾ വിറ്റഴിക്കുകയായിരുന്നു. വിദേശയാത്രകൾ കുറയ്ക്കും എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയെ തുടർന്ന് യാത്രയുമായി ബന്ധപ്പെട്ട ഓഹരികളും തകർച്ച നേരിട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകളും പടരുന്നതിനിടയിൽ ഓഹരി വിപണിയിൽ ചൊവ്വാഴ്ചയും വിൽപ്പന സമ്മർദ്ദം നേരിട്ടു. വ്യാപാരം ആരംഭിച്ചതിന് പിന്നാലെ സെൻസെക്സ് 700 പോയിന്റായി ഇടിഞ്ഞത്. ക്രൂഡ് ഓയിൽ വിലയിലെ വർധനവ്, രൂപയുടെ മൂല്യത്തിലെ റെക്കോർഡ് ഇടിവ്, ഭൗമ രാഷ്ട്രീയ ആശങ്കകൾ എന്നിവയാണ് വിപണിക്ക് തിരിച്ചടിയായത്. ഡോളറുമായുള്ള വിനിമയത്തിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രൂപയ്ക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായത്. തിങ്കളാഴ്ച 79 പൈസയുടെയും ചൊവ്വാഴ്ച 35 പൈസയുടെയും അധിക നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. തിങ്കളാഴ്ച ഡോളർ ഒന്നിന് ഒരു ഘട്ടത്തിൽ 95.34 രൂപയിലേക്ക് വരെ ഇടിഞ്ഞിരുന്നു. ഒടുവിൽ 95.28 രൂപ എന്ന നിലയിലാണ് വ്യാപാരം നിർത്തിയത്. ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയത് ഡോളറിന് 95 രൂപ 63 പൈസ എന്ന റെക്കോർഡ് തകർച്ചയിലും. പശ്ചിമേഷ്യയിലെ സംഘർഷം ശക്തമായതിനു പിന്നാലെ ഇന്ത്യയുടെ ഇന്ധന ഇറക്കുമതി ചെലവ് കുത്തനെ ഉയർന്നിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ തുടരുകയാണെങ്കിൽ എണ്ണവില മാസങ്ങളോളം ഉയർന്ന നിലയിൽ തുടരാനിടയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചേക്കും എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. വില വർധനവുമായി ബന്ധപ്പെട്ട് എണ്ണ കമ്പനികളും ധനകാര്യ പെട്രോളിയം മന്ത്രാലയങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നു എന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ നഷ്ടം 1 ലക്ഷം കോടി രൂപ കടന്നു എന്നാണ് എണ്ണ കമ്പനികളുടെ വാദം. വർധനവ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് ഏകദേശം 5 രൂപ വരെ ഉയരും. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ 40 മുതൽ 50 രൂപ വരെ വർധനവും ഉണ്ടായേക്കാം. ഇതിനിടയിൽ LPG ഗാർഹിക സിലിണ്ടറിനുള്ള സബ്സിഡി നിർത്തലാക്കുന്നത് കാണിച്ച് ഉപയോക്താക്കൾക്ക് എണ്ണ കമ്പനികളുടെ സന്ദേശം ലഭിച്ചു. കഴിഞ്ഞ 6 വർഷമായി സാധാരണക്കാർക്ക് ഗാർഹിക പാചകവാതക സിലിണ്ടറിന് യാതൊരുവിധ സബ്സിഡിയും കേന്ദ്ര സർക്കാർ നൽകാത്ത സാഹചര്യത്തിലാണ് എണ്ണ കമ്പനികളിൽ നിന്നും ഇത്തരമൊരു അറിയിപ്പെത്തുന്നത്. രാജ്യ താൽപര്യം മുൻനിർത്തി 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആഹ്വാനം ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അസംസ്കൃത എണ്ണ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന 2ാമത്തെ വസ്തു സ്വർണമാണ്. ഈ സ്വർണം വാങ്ങുന്നത് വർദ്ധിക്കുമ്പോൾ ഇറക്കുമതി ചിലവ് ഉയരുകയും അത് രാജ്യത്തിന്റെ വിദേശ നാണ്യശേഖരത്തെ ബാധിക്കുകയും ചെയ്യും.
ഈ ഒരു പശ്ചാത്തലത്തിലാണ് രൂപയുടെ മൂല്യം ഇടിയുന്നത് തടയാനും വിദേശ നാണ്യ കരുതൽ ശേഖരം നിലനിർത്താനും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത്. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി ചെലവ് $72 ബില്യൺ എത്തിയതായാണ് കണക്കുകൾ. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന സ്വർണത്തിന്റെ ആഗോള വിലയെ ബാധിക്കാനിടയില്ലെങ്കിലും ആഭ്യന്തര വിപണിയിൽ ഉപഭോക്തൃ വികാരത്തെ ഇത് സാരമായി തന്നെ ബാധിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. വിവാഹ സീസണുകളിലും ഉത്സവവേളകളിലും സ്വർണത്തിന് ലഭിക്കുന്ന വലിയ ഡിമാൻഡ് കുറയുന്നത് ജ്വല്ലറി ഗ്രൂപ്പുകളുടെ വരുമാനത്തെയും ബാധിക്കുമെന്ന ആശങ്കയിലാണ് നിക്ഷേപകർ. വൈകാതെ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കൂട്ടിയേക്കും എന്നൊരു ആശങ്ക കൂടി ഉയർന്നിട്ടുണ്ട്. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്ത് ഹോട്ടൽ ഭക്ഷണത്തിന് വിലയേറിയത് ജനജീവിതം ദുസ്സഹമാക്കി കഴിഞ്ഞു. ചായയ്ക്കും ഊണിനും വരെ വില കൂടിയത് നിത്യവേതനക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സാധാരണക്കാരെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുതിച്ചുയർന്നതോടെ ഹോട്ടൽ മെനുവിലും വലിയ മാറ്റം വന്നിട്ടുണ്ട്. 10 മുതൽ 12 രൂപയായിരുന്ന ചായയ്ക്ക് ഇപ്പോൾ പലയിടത്തും 15 രൂപ കൊടുക്കണം. ഉച്ചയൂണിന് 10 മുതൽ 15 രൂപ വരെ വില വർധനവുണ്ട്. ഇതോടെ ഈ ഹോട്ടൽ ഭക്ഷണത്തെ കൂടുതൽ ആശ്രയിച്ചിരുന്ന തൊഴിലാളികളും വിദ്യാർത്ഥികളും ഒക്കെ വലയുകയാണ്. വിലക്കയറ്റം തടയാൻ ഹോട്ടലുകൾ വിഭവങ്ങളുടെ എണ്ണവും വെട്ടിക്കുറച്ചിട്ടുണ്ട്. ചെറുകിട ഹോട്ടലുകളെയാണ് പ്രതിസന്ധി ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ പാചകവാതകത്തിന് സബ്സിഡി അനുവദിക്കുകയോ വില നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുകയോ ചെയ്യണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. യുദ്ധ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ നിർമ്മാണ മേഖലയിലെ സാമഗ്രികളുടെ വിലയും കുതിച്ചുയരുന്നുണ്ട്. പലയിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ സ്തംഭിച്ചു. കാലവർഷത്തിന് മുന്നോടിയായി ലഭിച്ച മഴയിൽ കാർഷിക മേഖല ഉണർന്നുവെങ്കിലും രാസവളത്തിന്റെ വിലക്കയറ്റം കർഷകരെ പൊള്ളിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം ചരക്ക് ഗതാഗതത്തെ ബാധിച്ചതാണ് വിലക്കയറ്റത്തിനുള്ള കാരണം. വില വർധന നെല്ല്, തെങ്ങ്, റബ്ബർ കർഷകരെയൊക്കെ ഇതിനകം തന്നെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ജനങ്ങളോട് ചെലവ് ചുരുക്കാൻ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി അത് കഴിഞ്ഞ് നേരെ പോയത് ഗുജറാത്തിലെ ജാംനഗറിലുള്ള സോമനാഥ് ക്ഷേത്രത്തിലേക്കാണ്. 2 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള റോഡ് ഷോ നടത്തിക്കൊണ്ടായിരുന്നു മോദിയുടെ ക്ഷേത്രപ്രവേശനം. വിമാനങ്ങളിൽ നിന്നുള്ള പുഷ്പവൃഷ്ടി അടക്കമുള്ള കോടിക്കണക്കിന് രൂപയുടെ പാഴ്ചെലവുകളാണ് ഇതേ തുടർന്ന് ഉണ്ടായത് എന്ന ആരോപണവും ശക്തമാണ്. പ്രധാനമന്ത്രിയുടെ കരുതൽ നിർദ്ദേശങ്ങളെല്ലാം സ്വാഗതാർഹം തന്നെയാണ്. അവ നടപ്പാക്കാനുള്ള ആത്മാർത്ഥ ശ്രമങ്ങളും പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങളും ജനങ്ങളുടെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. സ്പോട്ടറ്റ് മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.